പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മെയ് മാസം 17-ാം തീയതി ശനിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ ഈ മാസത്തിൻ്റെ മറ്റൊരു വീക്കെൻഡിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഒരാഴ്ച വട്ടം കൂടെ ഓരോരുത്തരും ആയിരുന്ന ഇടങ്ങളിൽ ജോലി ചെയ്യുവാൻ, യാത്ര ചെയ്യുവാൻ, കുടുംബകാര്യങ്ങൾ നോക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട വിജയം ലഭിക്കുവാൻ, ഇങ്ങനെ ദൈനംദിന കാര്യങ്ങളിൽ അനുഭവിച്ച സകല നന്മകൾക്കും നന്ദിയും സ്തുതി സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി പ്രാർത്ഥനയോടെ ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് സംഖ്യാപുസ്തകം 22-ാം അധ്യായം 22-ാം വാക്യം. നമ്പേഴ്സ് ചാപ്റ്റർ 22 വേഴ്സ് 22 നാം ഇപ്രകാരം വായിക്കുന്നു: അവൻ പോകുന്നത് കൊണ്ട് ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ ദൂതൻ വഴിയിൽ അവന് പ്രതിയോഗിയായി നിന്നു. അവനോ കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യുകയായിരുന്നു. അവന്റെ 2 ബാല്യക്കാരും കൂടെ ഉണ്ടായിരുന്നു. സംഖ്യാപുസ്തകം 22-ാം അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട പ്രമേയം എന്തെന്ന് ചെറുപ്പകാലം മുതൽ, സൺഡേ സ്കൂൾ മുതൽ ക്രൈസ്തവ ലോകം പഠിച്ചു വരുന്നതാണ്. ബെയോരിന്റെ മകനായ ബിലെയാം എന്ന ദൈവദാസൻ പ്രവാചകൻ ഇതാ മോവാബ്യ രാജാവായ സിപ്പോരിന്റെ മകൻ ബാലാക്കിന്റെ ആവശ്യപ്രകാരം ദൈവജനത്തെ, ഇസ്രയേൽ ജനത്തെ ശപിക്കുന്നതിന് വേണ്ടി പുറപ്പെടുകയാണ്. ഇതിന്റെ സകല സാഹചര്യങ്ങളും പശ്ചാത്തലങ്ങളും 22-ാം അധ്യായത്തിൽ വ്യക്തമാണ്. ഇതാ ബാലാക്ക് ഭയപ്പെട്ടു. അവൻ പറയുകയാണ്, നമ്മയും ചുറ്റുപാടുള്ളവരെയും കാള, ഒരു മൃഗം നക്കിക്കളയുന്ന പോലെ ഈ ഇസ്രായേൽ ജനം നമ്മെ തൂത്തെറിയും. ഇവരോട് നമുക്ക് മല്ലിട്ട് യുദ്ധം ചെയ്ത് എതിരിടുവാൻ പറ്റുകയില്ല. കാരണം അവർ വന്ന വഴിയിൽ എന്തെല്ലാം സംഭവിച്ചു അതെല്ലാം ഇവരറിഞ്ഞു. അങ്ങനെ അതിനൊരു പ്രതിവിധിയാണ് മൂപ്പന്മാർ മുഖേന ദൈവദാസനായ ബിലെയാമിനെ വിളിച്ച് ഇവരെ ശപിച്ച് ഇല്ലാതാക്കുക. അതിനായി പ്രഭുക്കന്മാരെ അയക്കുന്നു. ദൈവം ബിലെയാമിന് വെളിപ്പെട്ട് ചോദിക്കുകയാണ്, നിന്റെ അടുക്കൽ വന്നിരിക്കുന്നവരാരാണ്? കാര്യങ്ങൾ പറയുന്നു. ഒന്നാമത് പറയുന്നു, നീ പോകാം, പക്ഷേ അവരെ ശപിക്കരുത്. രണ്ടാമത് അതിലും വലിയ ആളുകളെ അയക്കുന്നു. ലഭിക്കാൻ പോകുന്ന സ്വർണവും വെള്ളിയും സമ്മാനങ്ങളും ഉയർച്ചകളുമൊക്കെ സ്വപ്നം കണ്ട് ബിലെയാം ദൈവിക ആലോചന കേൾക്കുന്നു. നീ പോകുന്നത് കൊള്ളാം, ഞാൻ പറയുന്നതല്ലാതെ മറ്റൊന്നും പറയരുത്. അങ്ങനെ 2 പ്രാവശ്യം, ഒരു വിധത്തിൽ പറഞ്ഞാൽ തന്റെ ആഗ്രഹം, തന്റെ ഇഷ്ടം നടത്തുവാൻ ദൈവത്തെ നിർബന്ധിപ്പിച്ച് ബിലെയാം യാത്ര തിരിക്കുന്നു. പക്ഷേ ആ യാത്ര ദൈവത്തിന് ബിലെയാമിനോട് കോപം ജ്വലിക്കുവാൻ ഇടയായി എന്ന് മാത്രമല്ല, തന്റെ ദൂതനെ ഒരു പ്രതിയോഗിയായി ബിലെയാമിന്റെ യാത്രാമധ്യേ അയക്കുകയും ചെയ്യുന്നു. ഈ ശനിയാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പലപ്പോഴും നമ്മളൊക്കെ ജീവിക്കുന്നത്
ഒരു സ്വപ്ന ലോകത്താണ്, ഡ്രീം വേൾഡിലാണ്. നമ്മുടേതായ ഒരു ലോകം നമ്മുടെ ചിന്തകൾക്കുള്ളിൽ കെട്ടിപ്പടുത്ത് അത് മാത്രം നടപ്പാക്കുവാൻ ഏതറ്റം വരെയും പോകുവാൻ തയ്യാറാണ്. എവിടെ വേണമെങ്കിൽ പോയി എന്തും ചെയ്യും. ദൈവത്തിന് പോലും ഏത് നിലയിൽ വേണമെങ്കിലും കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കാൻ നാം തയ്യാറാകും. ദൈവത്തെ കൊണ്ട് നിർബന്ധിച്ച് ശാപം ഏറ്റുവാങ്ങുന്നവരാണ് ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിൽ 95% ആളുകൾ. വേദപുസ്തകത്തിലും അതിന് ധാരാളം തെളിവുകളുണ്ട്. ഇതാ, ദൈവം അനുവദിച്ചെങ്കിലും ഒരു ദൈവദാസൻ പോകാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവഹിതം അല്ല എന്ന് നമുക്കറിയാമെങ്കിൽ പിന്നെ ആ വിഷയം പിന്നെയും ആവർത്തിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെയും ബുദ്ധിമുട്ടിച്ച് നമുക്ക് തന്നെ ദൈവകോപം ചരതിച്ചു വെക്കരുത്. അത് നമ്മുടെ ജോലി കാര്യമായിക്കൊള്ളട്ടെ, സാമ്പത്തിക കാര്യമായിക്കൊള്ളട്ടെ, ഒരു വസ്തു വാങ്ങുന്നതോ വീട് വെക്കുന്നതോ, മക്കളുടെ വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് മക്കളുടെ വിവാഹം എന്നുവേണ്ട, ഒരു മനുഷ്യായുസ്സിൽ വേണ്ട മനുഷ്യ നന്മയ്ക്ക് ഉതകുന്നതൊക്കെ ദൈവഹിതമല്ലാതെ ദൈവത്തെ അനാവശ്യമായി കമ്പല് ചെയ്ത് ദൈവത്തിന്റെ കോപം വാങ്ങിക്കരുത്. 22-ാം അധ്യായത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം കാണുന്നു. ഒന്ന്, ദൈവം കഴുതയുടെ വായെ തുറന്നു. 2, ദൈവം ബിലയാമിന്റെ കണ്ണിനെ തുറന്നു. ഓർക്കുക, ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം സ്വാധീനിക്കും. 3 പ്രാവശ്യം ബിലയാമിന്റെ കഴുത ബിലയാമുമായി മാറി നടക്കാൻ ശ്രമിച്ചു. ആ 3 പ്രാവശ്യവും ബിലയാം തന്റെ കഴുതയെ അടിച്ചു. അങ്ങനെയാണ് ദൈവം കഴുതയുടെ വായെ തുറക്കുന്നത്. അതിനുശേഷം ബിലയാമിന്റെ കണ്ണ് ദൈവം തുറന്നപ്പോൾ ദൈവം പ്രതിയോഗിയായി അയച്ച ദൂതനെ ഇതാ കാണുവാൻ ഇടയായി. ബിലയാം കഴുതയോട് ഒരു വാക്കു പറയുന്നുണ്ട്, എന്റെ കയ്യിൽ ഒരു വാൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ കൊല്ലുമായിരുന്നു. ദൈവദൂതൻ ബിലയാമിനോടൊരു കാര്യം പറയുന്നുണ്ട്, കഴുത ഈ 3 പ്രാവശ്യവും മാറിപ്പോയില്ലായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയുകയും കഴുതയെ രക്ഷിക്കുകയും ചെയ്യുമായിരുന്നു. പ്രിയ ദൈവമക്കളെ, നാം ദൈവത്തെ ബുദ്ധിമുട്ടിച്ച് നമ്മുടെ ആഗ്രഹത്തിനു വേണ്ടി പറഞ്ഞ് ദൈവം എന്നോട് പറഞ്ഞു, ദൈവം എന്നോട് ഇടപെട്ടു, ദൈവം എന്നെ കാണിച്ചു, എന്നെ ദർശനം നൽകി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുമ്പോഴും ഓർക്കണം, ചില പ്രതികൂലങ്ങൾ, ചില പ്രതിസന്ധികൾ വഴിയിൽ ഉണ്ടാകുന്നത് നമ്മുടെ നിർബന്ധപ്രകാരം, നമ്മുടെ ഇഷ്ടപ്രകാരം ഞാനും നിങ്ങളും ഇറങ്ങിത്തിരിച്ചപ്പോൾ ദൈവഹിതമല്ലായിരുന്നു. ദൈവത്തിന് കോപം ജ്വലിച്ച് പ്രതിയോഗിയെ അയച്ചത് കൊണ്ടാണ്. അത് ദൈവമക്കൾ തിരിച്ചറിഞ്ഞ് കീഴ്പ്പെട്ടാൽ ഈ വാളിനിരയാകാതെ രക്ഷപ്പെടും. ബിലയാമിന്റെ ജീവിതം നാം പഠിക്കുന്നത് ഒരു രക്ഷയുമില്ലാതെ വീണ്ടും ഇതേ ദൂതൻ ബിലയാമിനോട് പറയുകയാണ്, നീ പൊക്കോ, പക്ഷേ ദൈവം പറയുന്നതേ പറയാവൂ. ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിച്ചു, കാര്യമൊക്കെ ശരിയാ, മാറി മാറി അനുഗ്രഹിച്ചു.
പക്ഷേ ബാലാക്കിന് ഇസ്രായേൽ ജനത്തെ ഛിന്ന ഭിന്നമാക്കുവാൻ വേണ്ടാത്ത ഒരു ഉപദേശം കൊടുത്തിട്ട് പോന്നു. തന്മൂലം ഒരു ദൈവദാസൻ മരിക്കേണ്ട നിലയിലല്ല ബിലയാമിന്റെ അന്ത്യം ഉണ്ടായത്. ബിലയാം പടയിൽ പട്ടുപോയി. പ്രിയ ദൈവമക്കളെ, എന്ത് സംഭവിച്ചു? ദൂതൻ ബിലയാമിനോട് എന്ത് പറഞ്ഞു അതുപോലെ ദൂതൻ ചെയ്തില്ലെങ്കിലും ഈ ബിലയാമിന്റെ അന്ത്യം അങ്ങനെയായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതവും നമ്മുടെ അന്ത്യവും നല്ലതായിരിക്കണം. അതിനെന്ത് ചെയ്യണം? ദൈവഹിതമനുസരിച്ച് നാം യാത്ര ചെയ്യണം. നമ്മുടെ ആഗ്രഹം ദൈവത്തിന്റെ പേരിൽ നടത്തിയെടുക്കുന്നതല്ല ദൈവത്തിന്റെ ഹിതം. ഇതാണ് ഇന്ന് ചെയ്തു വരുന്നത്. ഇത് മാറണം, ഇത് മാറ്റണം. ഇത് ദൈവവചന വിരുദ്ധമാണ്, ദൈവഹിതമല്ല. ബിലയാമിന്റെ അവസ്ഥ നമുക്കാർക്കും ഉണ്ടാവരുത്. ഒരു പ്രാർത്ഥിക്കുന്ന ദൈവപൈതൽ ദൈവത്തിന്റെ സകല മാനങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും പ്രാപിച്ച് അത് ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും നിത്യതയിൽ യുഗായുഗം കർത്താവിനോട് വസിക്കുന്നവരായി തീരണം. അതുകൊണ്ട് നാം ഓരോ ദിനവും കേൾക്കുന്ന ദൈവവചനങ്ങൾ നമ്മിൽ മാറ്റം ഉളവാക്കണം. നിർഭാഗ്യവശാൽ ആരെങ്കിലും ഈ നിലകളിൽ ജീവിക്കുന്നവരുണ്ട്. അല്ല, നമ്മളോട് സത്യസന്ധമായി ചില ദൂതുകൾ, ചില ദൈവദാസന്മാർ, ദൈവമക്കൾ പറയും. അല്ല, നാം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഇടപെടും. നമ്മൾ എന്ത് ചെയ്യും? ആ ദൈവദാസൻ കൊള്ളുകയില്ല. അദ്ദേഹത്തിന്റെ ബയോളജിയും ഹിസ്റ്ററിയും ജോഗ്രഫിയും നമ്മൾ ചികഞ്ഞെടുക്കും. പിന്നെ നമ്മൾ ആ ആരാധനയ്ക്ക്, ആ പള്ളിയിൽ, ആ കൂട്ടായ്മയ്ക്ക് കടന്നു പോകുകയില്ല. പിന്നെ അടുത്ത ആളിനെ, അടുത്ത സഭയെ കണ്ടെത്തും. നമ്മുടെ ഇഷ്ടം അംഗീകരിച്ച് അതിന് ആമീൻ പറയുന്ന ആളിനെ കണ്ടെത്തുന്നത് വരെ നാം ഇങ്ങനെ സഭ മാറും, കൂട്ടായ്മ മാറും. ഇതല്ലയോ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഇഷ്ടത്തെ പ്രകീർത്തിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അദ്ദേഹം ദൈവപുരുഷനായി മാറും. പക്ഷേ നമ്മുടെ അവസാനം നാശമാണ് എന്ന് തിരിച്ചറിയുമ്പോഴേക്കും വൈകിപ്പോയിരിക്കും. അതുകൊണ്ട് ഇന്ന് ജീവജലം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ ശ്രോതാക്കളെ, ഏകദേശം 5 വർഷത്തോളമായി എല്ലാ ദിവസവും അതിരാവിലെ വാഗ്ദത്ത വചനമായ ജീവജലം നിങ്ങൾ ശ്രവിക്കുകയാണ്. എന്റെ മാന്യ ശ്രോതാക്കൾ ഏവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. ദൈവവചനപ്രകാരം ലഭിക്കുന്ന സകല നന്മകളും അനുഗ്രഹങ്ങളും ഈ ഭൂമിയിലും വരുവാനുള്ള ലോകത്തിലും പ്രാപിക്കണം. അതിന് നാം ദൈവവചനത്തെ മാനിക്കണം, അനുസരിക്കണം, കീഴ്പ്പെടണം. അപ്പോൾ നാമും നമ്മുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ ഒരു ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി നാം ഈ ലോകത്തിന്റെ ഏതു വൻകരയിൽ ആയിരിക്കുന്നുവോ അവിടെ അനുഗ്രഹീതരായി ജീവിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. നമ്മുടെ തലമുറകളെ ദൈവം മാനിക്കട്ടെ. നമ്മുടെ സംരംഭങ്ങളെ, നമ്മുടെ ബിസിനസ് മേഖലകളെ, ഉപജീവന മാർഗത്തെ, ഭവനത്തെ, കൂട്ടാളികളെ, കുടുംബാംഗങ്ങളെ തമ്പുരാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. സകലവിധ ആയുരാരോഗ്യ സൗഖ്യവും ഉയരത്തിൽ നിന്ന് നൽകട്ടെ. അങ്ങനെ ഒരു ധന്യമായ ജീവിതത്തിന്റെ ഉടമകളായി കർത്താവിനെ സേവിപ്പാനും സാക്ഷിപ്പാനും സർവശക്തനായ ദൈവം ഈ ദിനവും നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. അതിന് നമ്മെ തന്നെ ദൈവകരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കാം. തലകളെ വണക്കാം. പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
ഒരു ആഴ്ചവട്ടത്തിന്റെ അന്തിയിലേക്ക് ഞങ്ങളെ എത്തിച്ചു. കഴിഞ്ഞ ഒരാഴ്ചവട്ടക്കാലം ജോലി ചെയ്യുവാൻ, യാത്ര ചെയ്യുവാൻ, ആത്മീയ ശുശ്രൂഷകളിൽ ബന്ധപ്പെടുവാൻ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ, അങ്ങനെ സമസ്ത കാര്യങ്ങളിലും ഞങ്ങൾ അങ്ങയിൽ നിന്നും അനുഭവിച്ച നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അടുത്തു വരുന്നു. ഇനി ഞങ്ങളെ കേൾപ്പിച്ച ദൈവത്തിനായി സ്തോത്രം. അപ്പാ, ഞങ്ങളുടെ ഇഷ്ടമൊന്നും വേണ്ട എന്ന് പാട്ടുകാരന്റെ ഈരടി പാടുകയല്ല, അത് ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാനും ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഞങ്ങളെ വിധേയരാക്കുവാനും ഇടയാക്കണമേ. അല്ല മറിച്ചാണെങ്കിൽ ബിലയാമിനുണ്ടായ അനുഭവം ഞങ്ങൾക്കും ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് ഇന്നത്തെ ജീവജലത്തിൽ കൂടെ നൽകിയതിനായി സ്തോത്രം. ആകയാൽ ഞങ്ങളതിൽ പൂർണ്ണബോധ്യമുള്ളവരായി ഞങ്ങളെ തന്നെ സമർപ്പിച്ച് വചനപ്രകാരം ക്രമപ്പെടുത്തി ദൈവകൃപയോടെ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ ആത്മ കണ്ണുകളെയും ബുദ്ധിമണ്ഡലങ്ങളെയും തുറക്കുന്നതാവട്ടെ. പോരായ്മകളെ തിരിച്ചറിഞ്ഞ് തിരുത്തി സമർപ്പണത്തോടെ വചനപ്രകാരം പുനഃസമർപ്പണം ചെയ്ത് സ്തോത്രത്തോടെ മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ലോകമെമ്പാടുമുള്ള ജീവജലം പ്രേക്ഷകരെ സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതിന് സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ എല്ലാ നന്മകളും നമ്മുടെ മേൽ ചൊരിയട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് us all.